ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു മെഗാ മാരത്തോൺ വീഡിയോ ആണ്. യൂണിവേഴ്സിറ്റി 4ാം ഘട്ടം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ റിവിഷനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി 3 സ്റ്റേജസിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 3 സ്റ്റേജസിലും ചോദിച്ചിട്ടുള്ള ഏരിയാസിനെ ബേസ് ചെയ്തിട്ട് അവിടെ നിന്നുമുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ മെയിൻ കുറച്ച് ഏരിയാസ് ഉണ്ട്. ഈ 3 സ്റ്റേജിലുമായി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ ആ ഏരിയാസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 സ്റ്റേജിലും നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൽ ഉൾക്കൊള്ളിച്ച ചോദ്യങ്ങൾ തന്നെ സെക്കൻഡ് സ്റ്റേജിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 3 സ്റ്റേജിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുമായി LGS ലെവലിൽ PSC മുമ്പ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ അതും നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സെലക്റ്റീവ് വീഡിയോ ആണ്. സെലക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതെ പഠിക്കുക. ഇതുവരെയായിട്ട് ഒന്നും പഠിക്കാത്തവർക്കും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രിലിംസ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കാരണം മാത്സും കറണ്ട് അഫെയറും ഒഴിച്ച് ബാക്കി 70 മാർക്കിനുള്ള വീഡിയോസാണ് ഇന്ന് ചെയ്യുന്നത്. ആ 70 മാർക്കിൽ 50-ന് മേലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുകയാണെങ്കിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അഥവാ ഇനി എല്ലാം പഠിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒരു റിവിഷൻ പോലെ ഈ ക്വസ്റ്റ്യൻസിനെ കാണുക. പിന്നെ നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കുട്ടികളിലേക്ക് ഈ വീഡിയോ എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും എല്ലാം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളിതിൽ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്നുള്ള ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇന്ത്യ ചരിത്രം, ഇന്ത്യൻ ഭരണഘടന, കേരള ഭൂമിശാസ്ത്രം, കേരള ചരിത്രം, അതുപോലെ തന്നെ സയൻസ്. അങ്ങനെ കംപ്ലീറ്റ് വീഡിയോസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു 500ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് മിനിക്കോയ് ദ്വീപ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് മിനിക്കോയ് ദ്വീപ്. ലക്ഷദ്വീപിനെ പറ്റി 3 സ്റ്റേജിലും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളാണുള്ളത്? 36 ദ്വീപുകളാണുള്ളത്. ലക്ഷദ്വീപ് സമൂഹത്തിൽ 36 ദ്വീപുകളാണ് ഉള്ളത്. ലക്ഷദ്വീപിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ മലയാളമാണ്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് മാന്നാർ കടലിടുക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം, വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്റ്റാണ്, എല്ലാ പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല എന്നാണെങ്കിൽ അത് ജാംനഗർ, ഗുജറാത്താണ്. ഗുജറാത്തിലെ ജാംനഗറിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈയിലാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണശാല എന്ന് ചോദിച്ചാലും ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം എന്ന് ചോദിച്ചാലും അതിൻ്റെ ആൻസർ ദിഗ്ബോയ് ആണ്, ആസാമിലെ ദിഗ്ബോയ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണശാല അഥവാ എണ്ണപ്പാടം. ഭറൗണി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ ആണ്. ഇത് SCRT ഫാക്റ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഭറൗണി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറിലാണ് ഭറൗണി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്. കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഭറൗണി ബീഹാറിലാണ്, കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണെന്ന് ഓർത്തിരിക്കുക. കൊയാലി എണ്ണ ശുദ്ധീകരണശാല ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാരിയയാണ്.
എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള കൽക്കരി ഖനി അല്ലെങ്കിൽ കൽക്കരി പാടം എന്ന് ചോദിച്ചാൽ അത് റാണിഗഞ്ച് ആണ്. ഏറ്റവും പഴക്കമേറിയ കൽക്കരി ഖനി റാണിഗഞ്ച് ആണ്. ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാരിയാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാതയാണ് NH-44. NH-44 ആണ് ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത എന്ന് പറയുന്നത്. ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH-44 ആണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദേശീയപാതയാണെങ്കിൽ NH-966B ആണ്. NH-966B ആണ്. അപ്പോൾ ഏറ്റവും കൂടിയത് NH-44ഉം ദൈർഘ്യം കുറഞ്ഞത് NH-966Bയുമാണ്. സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ നഗരങ്ങൾ തമ്മിലാണ്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്നത് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെയാണ്. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശരേഖ ഏതാണ്? ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. അപ്പം ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നത് ഭൂമധ്യരേഖയാണ്. ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം 82 ഡിഗ്രി കിഴക്ക് രേഖാംശമാണ്. അപ്പോൾ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം ഏതാണെന്ന് ചോദിച്ചാൽ 82 ഡിഗ്രി, അതായത് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശമാണ്. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശമാണ്. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ 5 സംസ്ഥാനങ്ങളിലൂടെയാണ്: മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖയാണ് ഉത്തരായന രേഖ. നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തരായന രേഖയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ 2ആയി വേർതിരിക്കുന്നത് ഉത്തരായന രേഖയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വേർതിരിക്കുന്നത് ഭൂമധ്യരേഖയാണ്. ഭൂമധ്യ എന്ന് പറഞ്ഞാൽ ഭൂമിയെ മധ്യത്തിൽ വെച്ചിട്ട് വേർതിരിക്കുന്നു, അതായത് ഭൂമിയെ 2ആയി വേർതിരിക്കുന്നു. എന്നാൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഉത്തരായന രേഖയാണ്. അപ്പോൾ ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്നതും ഉത്തരായന രേഖയാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുടെ മാനക രേഖാംശം നമ്മൾ പറഞ്ഞു 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശമാണ്. ഈ ഇന്ത്യൻ മാനക രേഖാംശം, മാനക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അതായത് 5 മണിക്കൂർ 30 മിനിറ്റ്, 5.5 മണിക്കൂർ മുന്നിലാണ് എന്ന് ഓർത്തിരിക്കുക. ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ. ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും, 2 അറ്റം ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. 8, 4, 37, 6 നോർത്താണ് അക്ഷാംശ സ്ഥാനം. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8, 4, 37, 6 നോർത്ത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്? അതായത് ഇത് നമുക്ക് അക്ഷാംശ വ്യാപ്തി എത്രയാണെന്ന് ചോദിക്കും. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി അല്ലെങ്കിൽ ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എത്രയാണെന്ന് ചോദിച്ചാൽ 30 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിലുള്ള എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത് എന്ന് ചോദിച്ചാലും 30 ഡിഗ്രിയാണ് ആൻസർ. ഇനി ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം. 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഇതിൽ ഉത്തരായന രേഖ കടന്നു പോകാത്തത് മണിപ്പൂരിലൂടെയാണ് പോകാത്തത്. മധ്യപ്രദേശ്, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ എന്നിവയിലൂടെ എല്ലാം പോകുന്നുണ്ട്, മണിപ്പൂരിലൂടെ കടന്നു പോകുന്നില്ല. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏതു ഭാഗത്തായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം? അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണെന്നറിയാം. ഉത്തരാർദ്ധഗോളത്തിലാണ് ഏഷ്യ. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കു ഭാഗത്തായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റം.
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റം കന്യാകുമാരിയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിര പോയിന്റ് ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റം എന്ന് ചോദിച്ചാൽ കന്യാകുമാരിയാണ്, കന്യാകുമാരി. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്നത്. അപ്പം ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7 ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ഏറ്റവും വലിയ രാജ്യം ചൈന, ഏറ്റവും ചെറുത് മ്യാൻമർ ആണ്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ തന്നിട്ടല്ലേ പറയണം. ഏതാ? ഈ 4 രാജ്യങ്ങളും ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, പാകിസ്ഥാൻ, പിന്നെ ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും മ്യാൻമറും ഒക്കെ ഇതിൽ വരുന്നതാണ്. അങ്ങനെ 7 രാജ്യങ്ങളാണ് കരാതിർത്തി പങ്കുവയ്ക്കുന്നത്. ഇതിൽ ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ എന്നിവരെല്ലാം കരാതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. ഈ അതിർത്തി പങ്കുവയ്ക്കുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചൈനയാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. അപ്പം അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്നതിൽ ഏറ്റവും ദൂരം അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്നത് പശ്ചിമ ബംഗാളാണ്. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്നത് പശ്ചിമ ബംഗാളാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്നത് ബംഗ്ലാദേശാണ്. അതിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്നത് ബംഗ്ലാദേശാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്നത്, ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനവുമായിട്ട് ഉള്ള അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്നതിൽ ഏറ്റവും ദൂരം പശ്ചിമ ബംഗാളാണ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയുമായിട്ട് ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ബംഗ്ലാദേശാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 32.14 കിലോമീറ്റർ ആണ്. 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ഓക്കെ, അപ്പോൾ ഡെക്കാൻ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി അതൊക്കെ വരുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി. ഈ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എന്ന് പറയുന്നത് ആനമുടിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എന്ന് ചോദിച്ചാലും ആനമുടിയാണ്. ഓക്കെ, അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗവും ഏതാണ്? ആനമുടിയാണ്. ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി, നമ്മൾ പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. അവിടെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് ധോഡാബേട്ട. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിനാസ്റ്റിൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഗോഡ്വിനാസ്റ്റിൻ ആണ്. ഗോഡ്വിനാസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? കാരക്കോറത്തിലാണ്. കാരക്കോറത്തിലാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ആനമുടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയത് ഗോഡ്വിനാസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് കേട്ടു എന്ന് പറയും. അത് കാരക്കോറത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക. പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം. പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്നത്, അതായത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നീലഗിരിയിൽ വെച്ചിട്ടാണ്. നീലഗിരിയിൽ വെച്ചിട്ടാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ്. റിഗർ മണ്ണ് എന്നും ഇത് അറിയപ്പെടുന്നു. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇന്ത്യയിലെ ശൈത്യകാലം. ഇന്ത്യയിലെ ഉഷ്ണകാലം എന്ന് പറയുന്നത് മാർച്ച് മുതൽ മെയ് വരെയാണ്. അപ്പോൾ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ശൈത്യവും മാർച്ച് മുതൽ മെയ് വരെ ഉഷ്ണവുമാണ്. താഴെ പറയുന്നവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. ഇതിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സിന്ധു. സിന്ധുവിനെ കൂടാതെ ഗംഗയും ബ്രഹ്മപുത്രയുമാണ് പിന്നീട് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ സിന്ധു ആണ് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ബാക്കി നർമ്മദ, മഹാനദി, കാവേരി എന്നിവർ ഉപദ്വീപീയ നദികളാണെന്ന് ഓർത്തിരിക്കുക. അപ്പം ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നത് ഏതൊക്കെയാണ്? സിന്ധുവും നർമ്മദയും പെരിയാറും. സിന്ധുവും നർമ്മദയും പെരിയാറും അറബിക്കടലിലാണ്. മഹാനദി ബംഗാൾ ഉൾക്കടലിലാണെന്ന് ഓർത്തിരിക്കുക. സിന്ധു, നർമ്മദ, പെരിയാർ, താപ്തിയും അറബിക്കടലിലാണ് പതിക്കുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ അറബിക്കടലിൽ പഠിക്കേണ്ടത് സിന്ധു, നർമ്മദ, താപ്തി, പെരിയാർ എന്നിവരാണ്. ബാക്കി മഹാനദി, ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, കാവേരി, ഗോദാവരി എന്നിവരെല്ലാം ബംഗാൾ ഉൾക്കടലിലാണെന്ന് കൂടി ഓർത്തിരിക്കുക.
ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡയാണ്. നോയിഡയാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊല്ലം, കോട്ടപ്പുറം. അതായത് നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അപ്പോൾ ദേശീയ ജലപാത 3 കേരളത്തിലൂടെ കടന്നു പോകുന്നത്, കൊല്ലം കോട്ടപ്പുറത്തെയാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനി ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാതയാണ് ജലപാത 2. ഓക്കെ, അപ്പോൾ ദേശീയ ജലപാത 2 ആരെ തമ്മിലാണ്? സാദിയ മുതൽ ധൂബ്രി വരെയാണ്, ബ്രഹ്മപുത്ര നദിയിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 കേരളത്തിലൂടെയാണ്, കൊല്ലം കോട്ടപ്പുറം, 2 സാദിയ ധൂബ്രി ബ്രഹ്മപുത്ര നദിയിൽ. ഇനി താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വ്യാപാരമാണ്. മത്സ്യബന്ധനം, വനപരിപാലനം, കന്നുകാലി വളർത്തൽ എന്നിവയെല്ലാം പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം, വനപരിപാലനം. വ്യാപാരം പ്രാഥമിക മേഖലയിലല്ല, അത് തൃതീയ മേഖലയിലാണ്. വ്യാപാരം തൃതീയ മേഖലയിലാണ്. ഇവിടെ നമ്മൾ നാഷണൽ വാട്ടർവേസ് 1ഉം 2ഉം 3ഉം ആണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. സാദിയ മുതൽ ധൂബ്രി വരെയാണ് 2 എന്ന് പറഞ്ഞു. 3 കൊല്ലം കോട്ടപ്പുറമാണ്. അതുപോലെ 1 ഗംഗാ നദിയിലെ ആണ്, അലഹബാദ് ഹാൽഡിയ ആണെന്നും കൂടി ഓർത്തിരിക്കുക. അലഹബാദ് ഹാൽഡിയ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത് അലഹബാദ് ഹാൽഡിയ ഗംഗാ നദിയിലാണ്. ഓക്കെ, ഇനി ബൊക്കാറോ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ്? ബൊക്കാറോ ജാർഖണ്ഡിലാണ്. ബൊക്കാറോ ജാർഖണ്ഡിലാണ്. റൂർക്കേല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് പണി കഴിപ്പിച്ചത്? ഓക്കെ, അപ്പോൾ റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ. അങ്ങനെ ഓർത്തിരിക്കുക, റൂർക്കേല ജർമ്മനി. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സേവന മേഖല. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് സേവന മേഖല എന്നാണ്. കാക്രപ്പാറ ആണവ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? കാക്രപ്പാറ ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണെന്ന് ഓർത്തിരിക്കുക. ഗുജറാത്ത്. കാക്രപ്പാറ ഗുജറാത്ത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ സെലക്റ്റീവായിട്ട് എടുത്തിട്ടുള്ളതാണ്. 3 സ്റ്റേജിലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അത് ഇനിയും എന്തായാലും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് അവിടെ നിന്നുള്ള 5 മാർക്കും കിട്ടും. ഇനി ഇന്ത്യ ചരിത്രം. ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ 2 യുദ്ധങ്ങളാണുള്ളത്, പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. അടിത്തറ പാകിയത് പ്ലാസി യുദ്ധമാണ്. അവരിവിടെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് അവരുടെ ആധിപത്യം അല്ലെങ്കിൽ അവരുടെ ഭരണത്തിന് അരക്കെട്ട് ഉറപ്പിച്ച യുദ്ധമാണ് ബക്സാർ യുദ്ധം. കൂടുതൽ ദൃഢമായത്, അവരുടെ ആധിപത്യം ഇവിടെ കൂടുതൽ ദൃഢമായത് ബക്സാർ യുദ്ധത്തിലൂടെയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയായ 2 യുദ്ധങ്ങളാണ് പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും എന്ന് ഓർത്തിരിക്കുക. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ബെൽഗാം സമ്മേളനം. ബെൽഗാമിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷനായത് എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളിയാണ് സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മില്ല് സമരം. അപ്പോൾ ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ ചമ്പാരനാണ്. നിരാഹാര സമരം എന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് മില്ല് സമരമാണ്. അഹമ്മദാബാദ് മിൽ സമരം.
സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയത് എവിടെയാണ്? അപ്പോൾ ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹം എവിടെയായിരുന്നു? ദണ്ഡിയിലായിരുന്നു. ഓക്കെ, ദണ്ഡിയിലാണ് ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹം. വ്യക്തി സ്വാതന്ത്ര്യത്തിനായി, വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? വിനോബാ ഭാവേയാണ്. വിനോബാ ഭാവേയാണ് വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത്. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം? ചൗരി ചൗര സംഭവം. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള കാരണം ഏതാണ്? ചൗരി ചൗര സംഭവമാണ്. ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ ആണ്. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് നെഹ്റു ആണ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത്? ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭുവാണ് ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസഫ് അലിയെയാണ്. അരുണ ആസഫ് അലിയെയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് മുംബൈ സമ്മേളനം. മുംബൈ സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം എന്ന് ഓർത്തിരിക്കുക. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. ഫസൽ അലി കമ്മീഷൻ. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം? ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? മീററ്റിലാണ്. മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത്? അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് 1857 വിപ്ലവം. അത് കാൺപൂരിൽ നയിച്ചത് ആരാണ്? നാനാ സാഹിബാണ്. കാൺപൂരിൽ നാനാ സാഹിബാണ്. ഝാൻസിയിലാണ് റാണി ലക്ഷ്മിബായ്. ഝാൻസിയിലാണ് റാണി ലക്ഷ്മിബായ്. ലക്നൌവിലാണ് ബീഗം ഹസ്രത്ത് മഹൽ എന്നുകൂടി ഓർത്തിരിക്കുക. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ഝാൻസി റാണി ലക്ഷ്മിബായ്. നാനാ സാഹിബ് കാൺപൂരിലാണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം? ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷമാണ് 1858. 1858. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം? 1946 നാവിക കലാപം ആരംഭിച്ചത് ബോംബെയിലാണ്. ബോംബെയിലാണ് 1946 നാവിക കലാപം ആരംഭിച്ചത്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി?
ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് വി.പി. മേനോൻ. വി.പി. മേനോനാണ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി. സതീ സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി. സതീ സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് വില്യം ബെന്റിക് പ്രഭു. വില്യം ബെന്റിക് പ്രഭു ആണ് സതീ സമ്പ്രദായം നിർത്തലാക്കിയത്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു ആണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു ആണ്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് വാറൻ ഹേസ്റ്റിങ്ങിന്റെ കാലത്താണ്. വാറൻ ഹേസ്റ്റിംഗ്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിറ്റ് രമാബായ് ആണ്. പണ്ഡിറ്റ് രമാബായ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് ആറ്റ്ലി. ക്ലെമന്റ് ആറ്റ്ലി ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. ഭാരതത്തിൻ്റെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഭാരതത്തിൻ്റെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ഭാരതത്തിൻ്റെ ഉരുക്കുമനുഷ്യൻ എന്ന് അറിയപ്പെട്ടത്. സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി. സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ഏതാണ്? ദാമിൻ ഇ കോഹ് ആണ്. ദാമിൻ ഇ കോഹ്. സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ദാമിൻ ഇ കോഹ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ. അപ്പോൾ സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് എന്ന് ഓർത്തിരിക്കുക. അതിനെ പ്രമേയമാക്കി രചിച്ച നോവലാണ് ആനന്ദമഠം. ആനന്ദമഠം. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീര വനിത. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീര വനിതയാണ് മേഡം ഭിക്കാജി കാമ. മേഡം ഭിക്കാജി കാമ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത്. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് റെയ്ച്ചൂർ. റെയ്ച്ചൂർ ആണ് ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്ന് അറിയപ്പെടുന്നത്. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരിയാണ് ശിവജി. ശിവജിയാണ് ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യ ചരിത്രത്തിൽ നിന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം റിപ്പീറ്റ്. വൈസ്രോയി എന്ന് പറയുന്ന ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് തവണ ഈ 3 സ്റ്റേജിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതുപോലെ ഈ 3 സ്റ്റേജിലും ചോദിച്ചിട്ടുള്ള പോർഷൻസിനെ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടുപോകാവുന്നതാണ്? കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടുപോകാവുന്നതാണ്? 3 മാസം നീട്ടിക്കൊണ്ടുപോകാം. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് 3 മാസം നീട്ടിക്കൊണ്ടുപോകാവുന്നതാണ്.
ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടനിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിർദ്ദേശിക്കുന്നത്? 97-ാം ഭരണഘടനാ ഭേദഗതി. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് 97-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിർദ്ദേശിക്കുന്നത്. 97-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, സ്ഥിരം അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാരായിരുന്നു സച്ചിദാനന്ദ സിൻഹ. സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. താൽക്കാലിക അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. 1947 ജൂലൈ 22. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയാണ് പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഇതിൽ 1, 2, 4 അതായത് തിരശ്ചീനമായി ഇതിൻ്റെ കളറിൻ്റെ ആ ഓർഡർ പഠിക്കുക. കുങ്കുമം, വെള്ള, പച്ച എന്നിങ്ങനെയാണ്. കുങ്കുമം, വെള്ള, പച്ച. 2002 ഇന്ത്യൻ പതാക നിയമം. അതിൽ 3 ഭാഗങ്ങളുണ്ട്. അപ്പം ഇന്ത്യൻ പതാക നിയമം ചോദിക്കും, അത് 2002. പിന്നെ 4ാമത്തെ പ്രസ്താവന ശരിയാണ്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ഓക്കെ, ഈ പതാകകളൊക്കെ നിർമ്മിക്കാനുള്ള ശാലകൾക്ക് അനുമതി നൽകുന്നത് ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത്. അപ്പോൾ കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളാണുള്ളതെന്ന് പറഞ്ഞു. അത് കറക്റ്റാണ്. 3:2 അനുപാതത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നീളം, വീതി അതിൻ്റെ അംശബന്ധമാണ് 3:2 എന്ന അനുപാതത്തിലാണ് പിംഗലി വെങ്കയ്യയാണ് രൂപകൽപ്പന ചെയ്തത്. എയും ബിയും ഡിയും ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1947 ഓഗസ്റ്റ് 1 എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം. ഓക്കെ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദമാണ് അനുച്ഛേദം 21A. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അനുച്ഛേദം 21A. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഭരണഘടനയുടെ ഏത് ഭേദഗതി അനുസരിച്ചാണ്? ഇത് നമ്മൾ പറഞ്ഞത് അനുച്ഛേദം 21A. അത് ഏത് ഭേദഗതിയാണ് എന്ന് ചോദിച്ചാൽ 86-ാം ഭേദഗതിയാണ്. 86-ാം ഭേദഗതിയിലൂടെയാണ് അത് നിലവിൽ വന്നത്. ഇനി ഇന്ത്യനിലെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2010 ഏപ്രിൽ 1-നാണ്. 2010 ഏപ്രിൽ 1-നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണെന്നറിയാം. അത് ഏതു ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. അത് ഏതു ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ടാഗോറാണ്. ഓക്കെ, അപ്പോൾ ദേശീയ ഗാനം ജനഗണമന രവീന്ദ്രനാഥ ടാഗോറാണ് രചിച്ചത്. ബംഗാളി ഭാഷയിലാണെന്ന് ഓർത്തിരിക്കുക. അത് ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡാണ്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ഗാനവും ദേശീയ ഗീതവും. അപ്പോൾ ഗാനം എന്ന് പറയുന്നത് ജനഗണമന രവീന്ദ്രനാഥ ടാഗോറാണ്. ഏതാണ്? 52 സെക്കൻഡാണ്. അത് ആലപിക്കാൻ എടുക്കേണ്ട സമയം. ബംഗാളി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്.
ഇനി അത് അംഗീകരിച്ചത് എപ്പോഴാണ്? ദേശീയ ഗാനമാണെങ്കിലും ഗീതമാണെങ്കിലും അംഗീകരിച്ചത് 1950 ജനുവരി 24 എന്ന് ഓർത്തിരിക്കുക. 1950 ജനുവരി 24. ഇനി ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്? അപ്പം നമ്മുടെ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന് പറയുന്ന കൃതിയിൽ നിന്നാണ്. ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഗാനം ടാഗോറാണ്, ഗീതം ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരവും എഴുതിയിട്ടുള്ളത് ബംഗാളി ഭാഷയിലാണ്. അപ്പോൾ ജനഗണമനയും വന്ദേ മാതരവും രചിച്ചിട്ടുള്ളത് ബംഗാളി ഭാഷയിലാണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ്? ഇംഗ്ലീഷിലേക്ക് അത് വിവർത്തനം ചെയ്തത് അരബിന്ദ ഘോഷാണ്. അരബിന്ദ ഘോഷ്. ഭരണഘടനയെ അനുസരിക്കുക എന്നത് നമ്മുടെ ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഭരണഘടനയെ അനുസരിക്കുക എന്നത് നമ്മുടെ മൗലിക കടമയാണ്. മൗലിക കർത്തവ്യങ്ങളിലാണ് അത് ഉൾപ്പെടുന്നത്. മൗലിക കർത്തവ്യങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? അപ്പോൾ 10 മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണെന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് 42ാം ഭേദഗതി. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? അപ്പോൾ ഈ മൗലിക കടമകൾ എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മൗലിക കടമകൾ കടമെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ഈ താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. അതേതാണ്? ഓക്കെ, അപ്പോൾ നമുക്ക് ചില മൗലിക അവകാശങ്ങളാണ് ഭരണഘടനയുടെ ഭാഗം 3 പറയുന്നത്. ഈ താഴെ തന്നിട്ടുള്ളതിൽ ഒരെണ്ണം മൗലികാവകാശത്തിൽ പെടുന്നതല്ല. അതേതാണ്? ഓപ്ഷൻ ബി ആണ്. തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം. ഇത് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, ഇതെല്ലാം നമ്മുടെ മൗലിക അവകാശങ്ങളാണ്. തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. അത് മൗലിക അവകാശങ്ങളല്ല. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? 6 തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്. 6 തരം. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 3ാം ഭാഗത്തിലാണ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് സ്വത്തവകാശമാണ്. ബാക്കി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സമത്വാവകാശം എല്ലാം മൗലികാവകാശങ്ങളാണ്. സ്വത്തവകാശം മൗലികാവകാശമല്ല. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിട്ടുള്ളത്. ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടത്. അത് തെറ്റായ പ്രസ്താവനയാണ്. അമേരിക്കയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. മൗലികാവകാശങ്ങൾ USA നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. 3 ഉൾപ്പെടുന്നു. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ന്യായവാദത്തിന് അർഹമാണ്. അതും ശരിയാണ്. സ്വത്തവകാശത്തെ ഒഴിവാക്കി. അതും ശരിയാണ്. അപ്പോൾ 1, 3, 4 ശരിയായ പ്രസ്താവനകൾ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഇനി ഇതിൽ നമ്മൾ ബന്ധമില്ലാത്തതാണ് പറയേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. അത് തെറ്റാണ്. USA കടപ്പെട്ടിട്ടുള്ളത്. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. അത് ശരിയാണ്. അപ്പോൾ 6 മൗലികാവകാശങ്ങളാണ്, 5 അല്ല. അപ്പോൾ 2ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏതാണ്? 32ാം അനുച്ഛേദമാണ്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് പറയപ്പെടുന്നത് 32ാം അനുച്ഛേദമാണ്. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ഏതു വകുപ്പിനെയാണ്? താഴെ പറയുന്നവയിൽ ഏതു വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? അതും 32ാം വകുപ്പിനെയാണ്. 32ാം വകുപ്പ്.
ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണ് ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത്. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഭാഷകളാണ്. ഭാഷകളെ പറ്റി പറയുന്നത് ഭരണഘടനയുടെ 8ാം പട്ടികയിലാണ് എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. ഈ 3 പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 അപ്പോൾ വിവരാവകാശ കമ്മീഷൻ 2005, വിവരാവകാശ നിയമം നിലവിൽ വന്നതും 2005 ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിനെ എത്ര വിവരാവകാശ കമ്മീഷന്മാരെ കൂടി നിയമിക്കാം? അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ ചെയർമാനെ കൂടാതെ 10 പേരെ കൂടി നിയമിക്കാനായിട്ട് കഴിയും. 10 വിവരാവകാശ കമ്മീഷന്മാരെ കൂടി നിയമിക്കാനായിട്ട് കഴിയും. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്ന് പറയണം. 2ഉം 3ഉമാണ് ശരിയല്ലാത്തത്. ചെയർമാനെയും കമ്മീഷന്മാരെയും പ്രധാനമന്ത്രി നിയമിക്കുന്നു. പ്രധാനമന്ത്രിയല്ല, പ്രസിഡന്റാണ് നിയമിക്കുന്നത്. 2005 ഒക്ടോബർ 24 നിലവിൽ വന്നു. തെറ്റാണ്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനി 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു എന്നുള്ള പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് ഏതാണെന്ന് എഴുതണം. ഓക്കെ, ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും. ശരിയായ പ്രസ്താവനയാണ്. വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. അങ്ങനെ നിർബന്ധമില്ല. അതാണ് തെറ്റായ പ്രസ്താവന. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വിവരപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ശരിയായ പ്രസ്താവനയാണ്. രഹസ്യ വിവരങ്ങൾ നമ്മൾ വെളിപ്പെടുത്താറില്ല. ഇനി കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10ൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ശരിയായ പ്രസ്താവനയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ചെയർമാനെ കൂടാതെ 10 പേരെ കൂടി നിയമിക്കാനായിട്ട് കഴിയും. അപ്പോൾ 1ഉം 3ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന. 2 തെറ്റായ പ്രസ്താവനയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകളെ ഇതുവരെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായിട്ടുള്ളൂ. ആരൊക്കെയാണത്? സുഷമ സിംഗും ദീപക് സന്ധുവുമാണ്. സുഷമ സിംഗും ദീപക് സന്ധുവും. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 1993 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് നിയമിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അവരെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് എന്ന് ഓർത്തിരിക്കുക. സർദാർ പട്ടേൽ ഭവൻ ഏതു സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമായിരുന്നു സർദാർ പട്ടേൽ ഭവൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ്. എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള അധികാരം ഇല്ല.
അപ്പോൾ എന്താ? മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക, ജയിൽ സന്ദർശിക്കുക, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടതിൽ ഗവേഷണം നടത്തുക എന്നിവയെല്ലാം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളാണ് എന്ന് ഓർത്തിരിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര ഏതാണ്? കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമാണ് എറണാകുളം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത്. കടൽ തീരമില്ലാത്ത ജില്ല. കടൽ തീരമില്ലാത്ത ജില്ലയാണ് കോട്ടയം ജില്ല. കോട്ടയം ജില്ലയാണ് കടൽ തീരമില്ലാത്ത ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിൻ്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിൻ്റെ തീരപ്രദേശം അറിയപ്പെടുന്നത് മലബാർ തീരസമതലം എന്നാണ്. മലബാർ തീരസമതലം എന്നാണ് കേരളത്തിൻ്റെ തീരപ്രദേശം അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ കടൽ തീരത്തിന് എത്ര കിലോമീറ്റർ ദൈർഘ്യമുണ്ട്? കേരളത്തിൻ്റെ കടൽ തീരത്തിന് 580 കിലോമീറ്ററാണ് ദൈർഘ്യം. 580 കിലോമീറ്റർ. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഇതിലേതാണ്? കഞ്ചിക്കോടാണ്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? കഞ്ചിക്കോടാണ്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കുത്തുങ്കൽ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കുത്തുങ്കൽ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭജല വൈദ്യുത നിലയം എവിടെയാണ്? മൂലമറ്റത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭജല വൈദ്യുത നിലയം മൂലമറ്റത്താണ്. വറ്റിവരണ്ടു പോയ ഏതു പുഴയുടെ നീരൊഴുക്ക് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? വറ്റിവരണ്ടു പോയ ഏതു പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? കൊടുങ്ങരപ്പള്ളം പുഴ. കൊടുങ്ങരപ്പള്ളം പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? പള്ളിവാസൽ പദ്ധതി മുതിരമ്പുഴ നദിയിലാണ്. മുതിരമ്പുഴ നദിയിലാണ് പള്ളിവാസൽ പദ്ധതി. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. മീൻവല്ലമാണ് കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട. കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. വെള്ളായണി കായൽ ഏതു ജില്ലയിലാണ്? വെള്ളായണി കായൽ ഏതു ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് വെള്ളായണി കായൽ സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കാത്തത്? താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കാത്തത്? കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ വേമ്പനാട്ടുകായൽ എവിടെയൊക്കെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴയിലും എറണാകുളത്തും കോട്ടയത്തുമായിട്ടാണ് വേമ്പനാട്ടുകായലുള്ളത്. കൊല്ലം ജില്ലയിൽ ഇല്ല. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ഓക്കെ, വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. വെള്ളായണി കായൽ ഏതു ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്.
ഭാരതപ്പുഴയുടെ പോഷക നദി ഏതാണ്? ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴയാണ് ഭാരതപ്പുഴയുടെ പോഷക നദി. പമ്പാ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? പമ്പാ നദി ഒഴുകിച്ചേരുന്നത് വേമ്പനാട്ടു കായലിലാണ്. പമ്പാ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ്. കാവേരി നദിയുടെ പോഷക നദിയാണ് ഭവാനി. താഴെ പറയുന്നവയിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി. താഴെ പറയുന്നവയിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് ഭവാനി. ഭവാനിയാണ് പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്നത്. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദിയാണ് പെരിയാർ. പെരിയാറാണ് പ്രാചീന കാലത്ത് ചൂർണി എന്ന് അറിയപ്പെട്ടത്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദിയാണ് പെരിയാർ. പെരിയാറാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി. പശ്ചിമഘട്ടത്തിലെ ആനമലക്കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ആനമലക്കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് പശ്ചിമഘട്ടത്തിലെ ആനമലക്കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ല. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷമാണ് 1984. ഇരവിക്കുളം ദേശീയ പാർക്ക് ഏത് മൃഗസംരക്ഷണ കേന്ദ്രമായി അറിയപ്പെടുന്നു? ഇരവിക്കുളം ദേശീയ പാർക്ക് ഏത് മൃഗസംരക്ഷണ കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്? വരയാടുകളുടെ മൃഗസംരക്ഷണ കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വരയാടുകളെ സംരക്ഷിക്കുന്നത് എവിടെയാണ്? ഇരവിക്കുളം ദേശീയ പാർക്കിലാണ്. ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ മയിലുകളുടെ സംരക്ഷണത്തിനായിട്ട് ആരംഭിച്ച പക്ഷി സങ്കേതം. കേരളത്തിൽ മയിലുകളുടെ സംരക്ഷണത്തിനായി ആരംഭിച്ച പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം. ചൂലന്നൂർ പക്ഷി സങ്കേതമാണ് മയിലുകളുടെ സംരക്ഷണത്തിനായിട്ട് ആരംഭിച്ചത്. പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം. കുമരകം പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോലയാണ്. ഉടുമ്പൻചോലയാണ് മതികെട്ടാൻചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? വയനാടാണ്. വയനാടാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട് ജില്ല. വയനാട് ജില്ലയിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. എറണാകുളത്താണ് ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള മണ്ണിനമാണ് ലേറ്ററൈറ്റ് മണ്ണ്. ലേറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം. കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ ദേശീയ ജലപാത 3 കേരളത്തിലൂടെ കടന്നു പോകുന്നത്. കൊല്ലം കോട്ടപ്പുറം. കൊല്ലം കോട്ടപ്പുറത്തുകൂടെയാണ് ദേശീയ ജലപാത, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 13. ഒക്ടോബർ 13 കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത്. GV രാജയുടെ സ്മരണാർത്ഥമാണ്. GV രാജ. അപ്പോൾ കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് GV രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് കേരള ചരിത്രത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. കേരള ചരിത്രം. കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിഖിതം. വട്ടെഴുത്ത് ലിഖിതം.
കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിക്കപ്പെടുന്ന സംഭവം. കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിക്കപ്പെടുന്ന സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം. പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? പഴശ്ശിരാജയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഇതിൽ ബി ആണ്. അതായത് ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ പ്രതികൂലിക്കുകയാണ് പഴശ്ശിരാജ ചെയ്തത്. ഇവിടെ അനുകൂലിക്കുന്നു എന്നാണ് തന്നിട്ടുള്ളത്. അതാണ് തെറ്റായ പ്രസ്താവന. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മലബാർ പ്രദേശത്ത് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു, ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു, ബ്രിട്ടീഷ് അധികാരികളെ വെല്ലുവിളിച്ചു. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. ആദ്യ പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപമാണ്. ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട പ്രസിദ്ധമായ സ്ഥലം. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി. മണ്ണടിയാണ് വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം. അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ബോർഡിലെ വാചകങ്ങളാണ്. ഏതാണ് ഈ സത്യാഗ്രഹം? അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് വൈക്കം വീരാർ എന്നറിയപ്പെട്ട തമിഴ്നാട്ടിലെ നേതാവാണ് EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കറാണ് വൈക്കം വീരാർ എന്ന് അറിയപ്പെട്ടത്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത്. ഗാന്ധിജി വൈക്കത്തെത്തിയ വർഷം 1925. ഗാന്ധിജി വൈക്കത്തെത്തിയ വർഷം 1925. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്താവശ്യത്തിനാണ്? ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമാണ്. ഓപ്ഷൻ ബി ആണ്. ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത്. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. 1792. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരം. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരം എന്നറിയപ്പെടുന്നതും പുന്നപ്ര വയലാർ സമരമാണ്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നതും പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 എന്ന് ഓർക്കുക. 1946. ചാന്നാർ ലഹള എന്തിനു വേണ്ടിയായിരുന്നു? ചാന്നാർ ലഹള മാന്യമായി വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശത്തിനു വേണ്ടിയായിരുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. മാന്യമായി വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശത്തിനു വേണ്ടി നടന്നതാണ് ചാന്നാർ ലഹള. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവാണ് KB മേനോൻ. KB മേനോനാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ്. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. ലോഗൻ കമ്മീഷൻ. താഴെ പറയുന്നവരിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരൊക്കെയാണ്? അപ്പോൾ ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത മലയാളികളാണ് C. കൃഷ്ണൻ നായരും രാഘവ പൊതുവാളും. ഈ തന്നിട്ടുള്ളതിൽ C. കൃഷ്ണൻ നായരും രാഘവ പൊതുവാളുമാണ് ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു? പയ്യന്നൂരായിരുന്നു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം പയ്യന്നൂരായിരുന്നു. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണ്?
മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ബാരിസ്റ്റർ GP പിള്ളയാണ്. GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം ഏതാണ്? 1891. 1891 മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയത്. ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടന്ന സമരം ഇവയിൽ ഏതാണ്? ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടന്ന സമരമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കേരള ചരിത്രത്തിൽ നിന്നുള്ളത്. കേരള ചരിത്രത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് കേരള നവോത്ഥാനവും. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരു 5ഓളം ക്വസ്റ്റ്യൻസ് കേരള നവോത്ഥാനത്തിൽ നിന്നാണ്. ബാക്കി ഭാഗങ്ങൾ ഇതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ കേരള ചരിത്രത്തിലെ 2 പോയിന്റ്സ് കൂടി ഓർത്തിരിക്കുക. കുണ്ടറ വിളംബരം നടന്നത് 1809 കുറിച്യാർ കലാപം 1812 ഓർത്തിരിക്കുക. കുറിച്യാർ കലാപം 1812, കുണ്ടറ വിളംബരം 1809. ഇനി കേരള നവോത്ഥാനം. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? തിരുനാൾ കുമ്മി പണ്ഡിറ്റ് കറുപ്പനാണ്. മെയിനായിട്ട് ഈ 3 സ്റ്റേജിലും പണ്ഡിറ്റ് കറുപ്പൻ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, VT ഭട്ടതിരിപ്പാട്, അതുപോലെ പൊയ്കയിൽ യോഹന്നാൻ, ഈ 5 പേരെ കുറിച്ചാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. ഇപ്പം തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് പണ്ഡിറ്റ് കറുപ്പനാണ്. 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പൊയ്കയിൽ കുമാരഗുരു ആണ്. പൊയ്കയിൽ കുമാരഗുരു ആണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ തന്നെയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. കേരള ലിംഗൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. കേരള ലിംഗൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ സമാജ സ്ഥാപകനും പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ സമാജ സ്ഥാപകൻ. മന്നത്തു പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മന്നത്ത് പത്മനാഭനെ കുറിച്ച് ഇതിൽ ശരിയായ ജോഡി 1ഉം 2ഉമാണ്. നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യജന സംഘം രൂപീകരിച്ചു. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നൻ്റെ നേതൃത്വത്തിൽ നടന്ന സവർണജാഥയാണ്. മന്നൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തി. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. തെറ്റായ പ്രസ്താവനയാണ്. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ്? സവർണജാഥ നടത്തി നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യജന സംഘം രൂപീകരിച്ചു. സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. ശരിയായ പ്രസ്താവനയാണ്. 1907 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. അതും ശരിയായ പ്രസ്താവനയാണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. പുലയരുടെ രാജാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവർ ആരാണ്? 2ഉം 3ഉമാണ്. TK മാധവനും KP കേശവമേനോനും. അപ്പോൾ TK മാധവൻ്റെയും KP കേശവമേനോൻ്റെയും നേതൃത്വത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ആത്മോപദേശ ശതകം ആരെഴുതിയതാണ്? ശ്രീനാരായണ ഗുരു. അപ്പോൾ ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, ശ്രീനാരായണ ഗുരു. ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം. പ്രാചീന മലയാളം. പ്രാചീന മലയാളമാണ് ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്.
അയ്യങ്കാളി ജനിച്ച ദിവസം. അയ്യങ്കാളി എന്നാണ് ജനിച്ചത്? 1863 ഓഗസ്റ്റ് 28-നാണ്. 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചത്. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ്. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം വെങ്ങാനൂരാണ്. അയ്യങ്കാളിയാണ് സംഘടിപ്പിച്ചത്, വെങ്ങാനൂരാണ്. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് 90-ാം ആണ്ട് ലഹള. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് 90-ാം ആണ്ട് ലഹള, അല്ലെങ്കിൽ ഊരുട്ടമ്പലം ലഹള എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. കല്ലുമാല സമരം സംഘടിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ്, അതായത് വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അയ്യങ്കാളിയാണ്. കല്യാണദായിനി സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. കല്യാണദായിനി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം ആലുവയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്നത് എവിടെയാണ്? ആലുവയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ GK പാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ഇന്ത്യ ചരിത്രം, ഇന്ത്യൻ ഭരണഘടന, കേരള ഭൂമിശാസ്ത്രം, കേരള ചരിത്രവും കേരള നവോത്ഥാനവും, അതിൽ നിന്ന് ഈ 3 എക്സാമുകളിലും ചോദിച്ചിട്ടുള്ള പോർഷൻസിൽ നിന്ന് സെലക്റ്റീവായി എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം LGS ലെവലിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതുകൊണ്ട് ഇത് തന്നെ വീണ്ടും 4th സ്റ്റേജിലും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നിർബന്ധമായും പഠിച്ചിരിക്കുക. ഇനി നമുക്ക് അടുത്തത് വരുന്നത് സയൻസിൻ്റെ സെക്ഷനാണ്. രസതന്ത്രവും അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രവും. അപ്പോൾ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും കൂടിയിട്ടാണ് 10 മാർക്ക്. പിന്നെ നമ്മുടെ നാച്ചുറൽ സയൻസിനാണ് 10 മാർക്ക്. അപ്പോൾ രസതന്ത്രം വേറൊരു പാർട്ടായിട്ടും ഫിസിക്സ്, അതിൽ ഭൗതിക ശാസ്ത്രം വേറെ പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രസതന്ത്രത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടൺ ആണ്. ഒരു മൂലകത്തെ മറ്റു മൂലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണമാണ് പ്രോട്ടോൺ. പ്രോട്ടോൺ ആണ് ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ. നീൽസ് ബോർ ആണ് ഇലക്ട്രോണുകൾ ഷെല്ലുകളിലാണ് സഞ്ചരിക്കുന്നത് എന്ന് കണ്ടെത്തിയത്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് പ്രോട്ടോണുകൾ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ളത് പ്രോട്ടോൺ ആണ്. ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. അപ്പോൾ പ്രോട്ടോണിന് ചാർജ് ഉള്ളത് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഈ പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത് ന്യൂക്ലിയസിലാണെന്ന് കൂടി ഓർത്തിരിക്കുക. പ്രോട്ടോണും ന്യൂട്രോണും കാണുന്നത് ന്യൂക്ലിയസിലാണ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസിലാണ് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും കാണുന്നത്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ കാണുന്നത് ഷെല്ലുകളിലാണ്. ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ്. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്.
ആൽക്കലി ലോഹമല്ലാത്തത് ഏത്? ആൽക്കലി ലോഹമല്ലാത്തത് തന്നിട്ടുള്ളതിൽ അലുമിനിയമാണ്. ലിഥിയം, പൊട്ടാസ്യം, സോഡിയം എന്നിവ ആൽക്കലി ലോഹങ്ങളാണ്. അലുമിനിയം ആൽക്കലി ലോഹമല്ല. ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അലസവാതകങ്ങൾ ഗ്രൂപ്പ് 18ലാണ്. അലസവാതകങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗ്രൂപ്പ് 18ലാണ്. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് തൃകങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് ഡൊബറൈനർ. തൃകങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ചതാണ് ഡൊബറൈനർ. മെൻഡലേവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏതു ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്? മെൻഡലേവിൻ്റെ പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അറ്റോമിക മാസ്. അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചത് ആരാണ്? മോസ്ലിയാണ്. അപ്പോൾ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ മെൻഡലേവും അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മോസ്ലിയുമാണ്. ഇതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് അറിയപ്പെടുന്നത്. ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? മോസ്ലിയാണ്. അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചിട്ടുള്ളതെന്ന് കൂടി ഓർത്തിരിക്കുക. ഞാൻ അതെൻ്റെ കയ്യിലെടുത്തു പിടിച്ചാൽ മതി, അതുരുകും. ഏതു മൂലകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മെൻഡലേവ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധമായ വാക്യമാണിത്. അപ്പം മെൻഡലേവ് ഒരു മൂലകത്തെപ്പറ്റി പറഞ്ഞതാണ്, ഞാൻ അതെൻ്റെ കയ്യിലെടുത്തു പിടിച്ചാൽ മതി, അതുരുകും. അതേത് മൂലകത്തെ പറ്റിയാണ്? ഗാലിയത്തെ പറ്റിയാണ്. ഗാലിയത്തെ പറ്റി പറഞ്ഞതാണ്, ഞാൻ അതെൻ്റെ കയ്യിലെടുത്തു പിടിച്ചാൽ മതി, അതുരുകും. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? ഹീലിയമാണ്. ഹീലിയമാണ് കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നത്. വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നത് ഏതാണ്? നൈട്രജനാണ്. അതുകൂടി ഓർത്തിരിക്കുക. വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നത് നൈട്രജനാണ്. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ടെലൂറിയമാണ്. ടെലൂറിയമാണ് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അല്ലാത്തത്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവയെല്ലാം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ്. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് കലോറിക മൂല്യം ഏറ്റവും കൂടുതൽ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകമാണ് ഓക്സിജൻ. ഓക്സിജനാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ കിട്ടുന്നത്. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണ്. ജോസഫ് പ്രീസ്ലി ആണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് എന്ന് ഓർത്തിരിക്കുക. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമാക്കി വിഭജിക്കാമെന്ന് 1806 കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടെത്തിയത് ഹംഫ്രി ഡേവിയാണ്. ഹംഫ്രി ഡേവിയാണ് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടെത്തിയത്. വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് pH മൂല്യമുള്ള മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? അപ്പോൾ വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യമാണ് തന്നിട്ടുള്ളത്. അതിൽ കുമ്മായം ചേർക്കേണ്ടത്, കുമ്മായം എന്ന് പറഞ്ഞാൽ ബേസിക് ആണ്. അപ്പോൾ കുമ്മായം ചേർക്കേണ്ടത് ആസിഡ് കണ്ടന്റ് ഉള്ള മണ്ണിലായിരിക്കും. ഇതിൽ ആസിഡായി വരുന്നത് 3, pH 3 ഉള്ളതാണ്. അതായത് pH 7 എന്ന് പറഞ്ഞാൽ ന്യൂട്രലാണ്. 7ന് താഴേക്ക് ആസിഡും 7ന് മുകളിലേക്ക് ബേസിക്കുമാണ്. അപ്പോൾ 7ന് താഴേക്ക് ഇവിടെ ആരാണ്? 3 ആണ് ഉള്ളത്. അപ്പോൾ pH മൂല്യം 3 ഉള്ളത് മണ്ണ് എന്ന് പറഞ്ഞാൽ അസിഡിക് ആണ്. അപ്പോൾ അതിലാണ് നമ്മൾ കുമ്മായം ചേർക്കേണ്ടത് എന്ന് ഓർത്തിരിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി എന്താണ്? അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ്. മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് രസതന്ത്രത്തിൽ നിന്ന് ചോദിക്കുന്നത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഷുവറായിട്ടും കിട്ടും. ഇനി വരുന്നത് ഭൗതികശാസ്ത്രമാണ്. അതിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം.
പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂൾ എന്ന് പറയുന്നത്. പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂൾ. ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് ഊർജ്ജ രൂപത്തിലേക്കാണ് പ്രവർത്തനം ചെയ്യപ്പെടുന്നത്? ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ടാണ് മാറുന്നത്. വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് കത്രിക. കത്രികയാണ് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. ലഘുയന്ത്രങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ലഘുയന്ത്രങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം. യത്നമാണ് ലഘുയന്ത്രങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലം. മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 37 ഡിഗ്രി സെൽഷ്യസ്. ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം. ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ. തെർമോമീറ്റർ ആണ് ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. 120 ഡിഗ്രി സെൽഷ്യസ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവാണ് താപം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവാണ് താപം. ശരാശരി ഗതികോർജത്തിൻ്റെ അളവാണ് താപനില. വ്യത്യാസമുണ്ട്. ആകെ ഗതികോർജത്തിൻ്റെ അളവ് താപം, ശരാശരി ഗതികോർജത്തിൻ്റെ അളവാണ് താപനില. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം ഏതാണ്? കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണമാണ് സംവഹനം. സംവഹനമാണ് കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ഓക്കെ, തന്മാത്രകളുടെ സ്ഥാനമാറ്റം, അതായത് ഇവിടെ തന്മാത്രകൾ മാറുന്നുണ്ട്, തന്മാത്രകളുടെ സ്ഥാനം മാറുന്നുണ്ട്, എന്നാൽ ചാലനത്തിൽ തന്മാത്രകളുടെ സ്ഥാനം മാറുന്നില്ല. അവിടെ കൈമാറ്റമാണ് നടക്കുന്നത്. താപ കൈമാറ്റം നടക്കുന്നത് ചാലനത്തിലാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം നടക്കുന്നത് സംവഹനത്തിലാണ്. മാധ്യമങ്ങളുടെ സഹായമില്ലാതെ ഉള്ള പ്രേഷണ രീതിയാണ് വികിരണം. അതും കൂടി ഓർത്തിരിക്കുക. മാധ്യമങ്ങളുടെ സഹായമില്ലാതെയുള്ള പ്രേഷണ രീതിയാണ് വികിരണം. സൂര്യനിൽ നിന്നും രശ്മികൾ ഭൂമിയിലേക്ക് എത്തുന്നത് വികിരണം വഴിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സൂര്യനിൽ നിന്നും സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് എത്തുന്നത് വികിരണം വഴിയാണ്. പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം. പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം എന്താണ്? അപവർത്തനമാണ്. അപവർത്തനമാണ് പ്രകാശ പ്രകീർണനത്തിന് കാരണം. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ്? ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁵ km/s ആണ്. 3 × 10⁵ km/s അല്ലെങ്കിൽ 3 × 10⁸ m/s എന്ന് പറയും. ഇവിടെ കിലോമീറ്റർ വന്നതുകൊണ്ടാണ് 10⁵. മീറ്റർ ആയിരുന്നെങ്കിൽ 10⁸ എന്നായിരിക്കും ആൻസർ. പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളെ എന്താണ് പറയുന്നത്? സുതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്നത് സുതാര്യ വസ്തുക്കൾ, കടത്തിവിടാത്തത് അധാര്യ വസ്തുക്കൾ, പകുതി കടത്തിവിടുന്നതാണ് അർദ്ധധാര്യ വസ്തുക്കൾ. അന്തർദേശീയ പ്രകാശവർഷമായി കണക്കാക്കുന്നത്. അന്തർദേശീയ പ്രകാശവർഷമായി കണക്കാക്കുന്നത് 2015 ആണ്. 2015. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ്? 340 m/s ആണ്. 340 m/s. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം എന്നാണ്. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം എന്നാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനമാണ് ഊഞ്ഞാലിൻ്റെ ചലനം. അപ്പോൾ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏതാണ്? ഊഞ്ഞാലിൻ്റെ ചലനമാണ്. ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം. ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യമാണ് P = 1/f.
പവർ എന്ന് പറയുന്നത് ഫോക്കസ് ദൂരത്തിൻ്റെ റെസിപ്രോക്കലാണ്. 1/, ഫോക്കസ് ദൂരമായിരിക്കും പവർ എന്ന് പറയുന്നത്. ഇനി ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡയോപ്റ്റർ ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം. കോൺവെക്സ് ദർപ്പണമാണ് സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നത്. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലം. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലമാണ് ഘർഷണ ബലം. ഘർഷണ ബലം. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ന്യൂട്ടൻ്റെ ഏത് ചലന നിയമമാണ് ഇങ്ങനെ പറയുന്നത്? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഏതാണ്? മൂന്നാം ചലന നിയമം. മൂന്നാം ചലന നിയമത്തിലാണ് ഇത് പറയുന്നത്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണമാണ് ഓറിയോൺ. ഓറിയോൺ ആണ് വേട്ടക്കാരൻ എന്ന് അറിയപ്പെടുന്ന നക്ഷത്രഗണം. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു? ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ എത്ര ദിവസം വേണം? 27 ദിവസം വേണം. അപ്പം ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് 27 ദിവസം ആവശ്യമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. വ്യാഴമാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ്? പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹവും എന്താണ്? വ്യാഴമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹവും വ്യാഴമാണ്. പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹവും ഏതാണ്? വ്യാഴമാണ്. പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴമാണ്. അപ്പോൾ ഇത്രയുമാണ് ഭൗതിക ശാസ്ത്രത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. നാച്ചുറൽ സയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്തരം കാണപ്പെടുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്തരം കാണപ്പെടുന്നത്? ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്നതാണ് പെരികാർഡിയം. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്നതാണ് പെരികാർഡിയം. ഇതൊരു ഇരട്ട സ്തരമാണെന്ന് കൂടി ഓർത്തിരിക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക്. ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് തിരഞ്ഞെടുക്കുക. ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം. ഇനാമൽ. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണമാണ് 8 ഉളിപ്പല്ലുകളാണ് ഉള്ളത്. മനുഷ്യൻ്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഏത് വസ്തു കൊണ്ടാണ്? മനുഷ്യൻ്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന വസ്തുവിൻ്റെ പേരാണ് ഡെൻറ്റെയിൻ. ഡെൻറ്റെയിൻ ആണ് മനുഷ്യൻ്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന വസ്തുവിൻ്റെ പേര്. മനുഷ്യനിൽ ദഹനം എവിടെ വെച്ചാണ് ആരംഭിക്കുന്നത്? ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ്. ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ്. ദഹന വ്യവസ്ഥയുടെ ഏതു ഭാഗത്തു വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ദഹന വ്യവസ്ഥയുടെ ഏതു ഭാഗത്തു വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ചെറുകുടലിൽ വെച്ചാണ്. ചെറുകുടലിൽ വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്. മനുഷ്യകോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം. മനുഷ്യകോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 23 ജോഡിയാണ്. 23 ജോഡി. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്.
മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവമാണ് വൃക്ക. വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് പൂംബീജം. പൂംബീജമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകരാണ് DNA എന്ന് പറയുന്നത്. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകരാണ് DNA. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകരാണ് DNA എന്ന് പറയുന്നത്. ശരീരതുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം. ശരീരതുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലമാണ് ശരീരതുലനാവസ്ഥയുമായി ബന്ധപ്പെട്ടത്. ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗം സെറിബ്രമാണെന്ന് ഓർത്തിരിക്കുക. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏതാണ്? ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീനാണ് ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം. ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് താഴെ പറയുന്നവയിൽ ഏത് നൽകുന്നു? ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് ശരീരത്തിന് ഊർജമാണ് നൽകുന്നത്. അപ്പം ശരീരത്തിന് ഊർജം ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അരിയിലടങ്ങിയിരിക്കുന്ന പോഷക ഘടകം. അരിയിലടങ്ങിയിരിക്കുന്നത് അന്നജമാണ്. അന്നജമാണ് അരിയിലടങ്ങിയിട്ടുള്ളത്. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നും പറയുന്നു. സൂര്യപ്രകാശമേൽക്കുന്ന മനുഷ്യ ശരീരത്തിന് ഏത് വിറ്റാമിൻ ലഭിക്കുന്നതായാണ് ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത്? സൂര്യപ്രകാശമേൽക്കുന്ന മനുഷ്യ ശരീരത്തിന് ലഭിക്കുന്ന വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി. ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ഒരു രോഗം. ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്തത. നിശാന്തതയാണ് ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്നത്. ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ജീവകം സി. ജീവകം സിയുടെ അഭാവം മൂലമാണ് മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നിവയെല്ലാം ഉണ്ടാകുന്നത്. അതിൻ്റെ പേരാണ് സ്കർവി. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ് വെള്ളത്തിൽ ലയിക്കുന്നത്. സിയും ബിയും വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. ബാക്കി എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നവയാണെന്ന് കൂടി ഓർത്തിരിക്കുക. താഴെ പറയുന്നവയിൽ കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കൊതുക് മുഖേനയല്ലാതെ പകരുന്നത് കുഷ്ഠവും കോളറയുമാണ്. 1ഉം 3ഉമാണ്. മലമ്പനി, മന്ത് എന്നിവ കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ്. മലമ്പനിക്ക് കാരണമായ രോഗാണുവാണ് പ്രോട്ടോസോവ. മലമ്പനിക്ക് കാരണമായ രോഗാണുവാണ് പ്രോട്ടോസോവ. ഈ രോഗവാഹകരാണ് കൊതുകുകൾ. ക്യൂലക്സ് കൊതുകുകളിലൂടെ പകരുന്ന രോഗമാണ് മന്ത്. ക്യൂലക്സ് കൊതുകുകളിലൂടെ പകരുന്ന രോഗമാണ് മന്ത്. ഡെങ്കിപ്പനി പരത്തുന്ന ജീവി ഏതാണ്? ഈഡിസ് കൊതുകുകളാണ്. ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ക്യൂലക്സ് കൊതുകുകളാണ് മന്ത് പരത്തുന്നത്. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? എലിപ്പനിക്ക് കാരണമായ രോഗകാരിയാണ് ബാക്ടീരിയ. ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമാകുന്നത്. അന്തരീക്ഷവായുവിലൂടെ പകരാത്ത രോഗം ഏതാണ്? അന്തരീക്ഷവായുവിലൂടെ പകരാത്ത രോഗമാണ് കുഷ്ഠം. ബാക്കി ക്ഷയം, ഡിഫ്തീരിയ, ചിക്കൻ ബോക്സ് എന്നിവയെല്ലാം വായുവിലൂടെ പകരുന്നതാണ്. കുഷ്ഠം വായുവിലൂടെയല്ല. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. അമിതമായ രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് രക്തസമ്മർദ്ദം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് രക്തസമ്മർദ്ദം. ചില രോഗങ്ങളും അവയ്ക്കെതിരായ വാക്സിനുകളും ചുവടെ കൊടുത്തിരിക്കുന്നു. അവയിൽ ശരിയായ ജോഡി. ഇതിൽ ശരിയായ ജോഡി ക്ഷയം, BCG എന്നതാണ്. ക്ഷയത്തിനുള്ള കുത്തിവയ്പ്പാണ് BCG.
താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകളാണ്. അപ്പോൾ എയ്ഡ്സിന് കാരണം വൈറസ് ആണ് എന്ന് ഓർത്തിരിക്കുക. ജലദോഷത്തിന് കാരണമായ രോഗകാരിയും വൈറസ് തന്നെയാണ്. ജലദോഷത്തിന് കാരണമായ രോഗകാരിയും വൈറസ് ആണ്. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? വൈറസുകളാണ്. അപ്പോൾ COVID-19 പരത്തുന്നതും വൈറസുകളാണ്. എയ്ഡ്സ്, ജലദോഷം, COVID-19 എന്നിവയ്ക്കെല്ലാം കാരണമായത് വൈറസുകളാണ്. ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോട്ട്സ് എന്നത് ക്ഷയരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്. ക്ഷയരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് ഡോട്ട്സ്. ക്ഷയത്തിനെതിരായ കുത്തിവെപ്പാണ് BCG എന്ന് ഓർത്തിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ അടയാളം? റെഡ് റിബൺ അടയാളം എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ്. റെഡ് റിബൺ അടയാളം എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരാണ് സുകൃതം. സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുകൃതം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതിയാണ് താലോലം. താലോലമാണ് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് നൽകുന്ന ചികിത്സാ ധനസഹായം താലോലം. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമധുരം. വയോമധുരം എന്ന് പറയുന്നത് BPL വിഭാഗപ്പെട്ടവർക്ക് കിട്ടുന്നതാണ്. ഗ്ലൂക്കോമീറ്റർ നൽകുന്നതാണ് പ്രമേഹ രോഗികൾക്ക്. BPL വിഭാഗത്തിലെ പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്ന പദ്ധതിയാണ് വയോമധുരം. ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ്? ചന്ദ്രശങ്കര എന്നത് തെങ്ങിൻ്റെ സങ്കരവർഗമാണ്. തെങ്ങിൻ്റെ സങ്കരവർഗമാണ് ചന്ദ്രശങ്കര. ചാവക്കാട് ഓറഞ്ച് എന്നതും തെങ്ങിൻ്റെ ഇനമാണ്. ചാവക്കാട് ഓറഞ്ചും തെങ്ങാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. അന്നപൂർണയാണ് ഇതിൽ നെല്ലിനം. നെല്ലിനം എന്ന് പറയുന്നത് അന്നപൂർണയാണ്. സങ്കര ഇനം വെണ്ട. സൽകീർത്തിയാണ് വെണ്ട. ഈ തന്നിട്ടുള്ളതിൽ സൽകീർത്തിയാണ് വെണ്ട എന്ന് പറയുന്നത്. പന്നിയൂർ 1 താഴെ പറയുന്നവയിൽ ഏതിനം വിളകളാണ്? പന്നിയൂർ 1 എന്ന് പറയുന്നത് കുരുമുളകാണ്. കുരുമുളകിൻ്റെ ഒരു ഇനമാണ് പന്നിയൂർ 1. റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം മുതിര. ഈ തന്നിട്ടുള്ളതിൽ മുതിരയിലാണ് റൈസോബിയം ബാക്ടീരിയകൾ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ പയറിൻ്റെ വേരുകളിലും പയർ ചെടിയുടെ വേരുകളിലും കാണപ്പെടുന്ന ബാക്ടീരിയയാണ് റൈസോബിയം. നെൽച്ചെടിയിലെ പരാഗണകാരി ഏത്? നെൽച്ചെടിയിലെ പരാഗണകാരിയാണ് കാറ്റ്. കാറ്റാണ് നെൽച്ചെടിയിലെ പരാഗണകാരി. പപ്പായയുടെ ജന്മദേശം ഏത്? പപ്പായയുടെ ജന്മദേശം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്കയാണ് പപ്പായയുടെ ജന്മദേശം. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ല. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ല. മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ല. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂരാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഡാഷ് ആയിരിക്കും. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഹരിത സസ്യങ്ങളാണ്. അപ്പം ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണികളാണ് ഹരിത സസ്യങ്ങൾ. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് വിഘാടകർ. വിഘാടകർ എന്ന് പറയുന്നത് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ്.
ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യങ്ങളാണ് മോണോട്രോപ്പ. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യങ്ങളാണ് മോണോട്രോപ്പ എന്ന് പറയുന്നത്. സസ്യങ്ങൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം. സസ്യങ്ങൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം എന്ന് പറയുന്നത്. ലോക വനദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക വനദിനമായി ആചരിക്കുന്നത് മാർച്ച് 21. ലോക വനദിനം മാർച്ച് 21. വനങ്ങളുടെയും വിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ 1974 ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. വനങ്ങളുടെയും വിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ 1974 ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. 1974. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് 1974 അപ്പിക്കോ പ്രസ്ഥാനം കർണാടക ജില്ലയിലാണ് 1983 എന്ന് ഓർത്തിരിക്കുക. 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്രയാണ്? അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് 78%. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്, 78%. കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തം ഉണ്ടായത് എന്നാണ്? കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തം 2017 നവംബർ 29 2017 നവംബർ 29. ആഗോളതാപനത്തിന് കാരണമായ വാതകം. ആഗോളതാപനത്തിന് കാരണമായ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ആഗോളതാപനത്തിന് കാരണമായ വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഹരിതഗൃഹവാതകവും കാർബൺ ഡൈ ഓക്സൈഡാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ്. ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നാച്ചുറൽ സയൻസ് എന്ന ഭാഗത്തു നിന്നും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം, കേരള ഭൂമിശാസ്ത്രം, കേരള നവോത്ഥാനം, പിന്നെ ജനറൽ സയൻസിൻ്റെ കംപ്ലീറ്റ് ടോപ്പിക്സും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു 400-450ഓളം ക്വസ്റ്റ്യൻസ് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഭാഗത്ത് നിന്നുള്ള 90% മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചിട്ട് പോവുക എക്സാമിന്. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരുപാട് പേരിലേക്ക് വീഡിയോ എത്തണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് വളരെയധികം ആവശ്യമാണ്. നിങ്ങളുടെ ലൈക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഏതെങ്കിലും ടോപ്പിക്ക് എടുത്ത് തരണമെങ്കിൽ അത് പ്രത്യേകം കമൻസിൽ മെൻഷൻ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.